ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് എനിക്കറിയാം ജാനുവരി തുടങ്ങിയിട്ട് ഞാൻ ആകെ 1-2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. എൻ്റെ വിഷൻ ബോർഡ് അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഞാൻ എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവമാണ് സ്റ്റേ കൺസിസ്റ്റൻറ്റ്. അതെനിക്ക് ഈ വർഷം എൻ്റെ അയൽവക്കത്തൂടെ പോലും തൊട്ട് പോയിട്ടില്ല. ബട്ട് ട്രസ്റ്റ് മീ, ഞാൻ ഈ വർഷം അത് ശരിയാക്കി എടുക്കും. ഈ വർഷമല്ല, ഞാൻ ഈ മാസം അത് ശരിയാക്കി എടുക്കും. ആൻഡ് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ഒമേഗിൾ വീഡിയോസ് ചെയ്യുക, അത് അടിപൊളിയാണ്, തേങ്ങ മാങ്ങ എന്നൊക്കെ ഇഷ്ടം പോലെ കമൻസ് വന്നു. അതൊക്കെ വളരെയധികം എന്നെ സ്വാധീനിച്ചെങ്കിൽ പോലും എനിക്കതിലോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ട്രസ്റ്റ് മീ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ എത്തിയിരിക്കും. ചെറിയ ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാവാം എനിക്കതിന് പറ്റുന്നില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി ഐ വിൽ ബി ഫൈൻ. സോ ഐ സ്റ്റാർട്ട് ഡൂയിങ് എ ലോട്ട് ഓഫ് വീഡിയോസ്. സ്റ്റേ ട്യൂൺഡ്. എന്തൊരു ഫ്ലെക്സിങ് അല്ലേ സ്വന്തമായിട്ട്. ഓക്കെ, സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് Q&A ഓഫ് 2026. ഒരുപാട് ചോദ്യങ്ങൾ വന്നു, പക്ഷെ അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം തരുന്നത്. വളരെയധികം ചൊറിഞ്ഞ ചോദ്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ആ ചൊറിഞ്ഞ വഴി വിട്ടിട്ടുണ്ട്. കുറച്ച് നല്ല ചോദ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഐ ആൻസർ ദാറ്റ്. അപ്പം വെരി ഫസ്റ്റ് ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. 2026 ഏറ്റവും നല്ല തീരുമാനം. ഓക്കെ, 2026 ഏറ്റവും നല്ല തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് പറയും, കുറേ വള്ളിക്കെട്ടുകളെ ഒഴിവാക്കി. അല്ലെങ്കിൽ എന്താ ഇതിന് പറയുക, സിമ്പിളായിട്ട് നമ്മുടെ ലൈഫിൽ വള്ളികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്ന ആൾക്കാരെ ഒഴിവാക്കുക. ആൻഡ് ടു ബി ഓണസ്റ്റ്, പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ ലൈഫിൽ ആര് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചാലും, എൻ്റെ അടുത്ത് കുറച്ച് അടുപ്പം കാണിച്ചാലും ഞാൻ അവരെ വളരെയധികം വിശ്വസിച്ച് എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ഒരു വടക്കേ കിഴക്കേ അറ്റത്തെന്നൊക്കെ പറയുന്ന പോലെ ഞാൻ അവർക്ക് ഇടം കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവരെന്നെ മോചിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം എൻ്റെ ഹൃദയം ഇല്ല എനിക്ക്, ഞാൻ കല്ലായി മാറിയിരിക്കുകയാണ്. ബട്ട് അങ്ങനെയല്ല കേട്ടോ. കുറച്ച് പേരൊക്കെ ഉണ്ട്, വെരി 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 ഫ്യൂ സർക്കിൾ ഉള്ള ആൾക്കാരെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ളൂ. അല്ലാത്ത ആർക്കും ഞാൻ ആ പ്രയോറിറ്റി എന്ന് പറയുന്ന സംഭവം മാറ്റി. സോ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന വള്ളികൾ, സർക്കിൾ, ഫ്രണ്ട്സ്, അൺവാണ്ടഡ് ഫ്രണ്ട്സ്, ബന്ധങ്ങൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ കട്ട് ഷോർട്ട് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് മൈ ബെസ്റ്റ് ഡിസിഷൻ ഓഫ് 2026. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള വള്ളികളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് മിനാസ് മോട്ടിവേഷൻ ക്ലാസ് ആണ് കേട്ടോ. നമുക്ക് അടുത്ത വർഷമല്ല, അടുത്ത ഇതൊട്ട് നമുക്ക് പേഡ് ചെയ്യുക സംഭവം. കാരണം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു എൻ്റെ അടുത്ത് നിന്ന് മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെന്ന്. എനിക്കിങ്ങനെ ആരെങ്കിലും മോട്ടിവേഷൻ തരുമായിരുന്നെങ്കിൽ ഞാനൊക്കെ എവിടെയോ എത്തിയേനെ. ജസ്റ്റ് കിഡിങ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി എന്താ പ്ലാൻ? ജോബ് ഓർ സ്റ്റഡി? ജോബ് ഓർ സ്റ്റഡിയോ? അതെന്താ? ഓക്കെ, സ്റ്റഡി എന്നുള്ള സംഭവം, ഞാൻ പഠിത്തം കഴിഞ്ഞാണ്. ഐ സ്റ്റഡീഡ് BArch ആർക്കിടെക്ചർ. അപ്പം ഇനി സ്റ്റഡിയിലോട്ടില്ല. ഇനി എനിക്കുള്ള ആഗ്രഹം എൻ്റെ ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്, ഇൻഷാ അള്ളാ. അപ്പം അതാണ് ഞാൻ കണ്ടുവരുന്ന മനസ്സിലെ 2026 സ്വപ്നം. അത് സാഫല്യമാകട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുന്നു. ഓക്കെ, അല്ലാണ്ട് ഞാൻ ഒരിക്കലും ആരുടെയും കീഴിൽ പോയി ജോലി ചെയ്യത്തില്ല. എനിക്ക് പറ്റിയ പണിയല്ല. ബിക്കോസ് നടക്കത്തില്ല, എന്താണെന്നറിയത്തില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് ഞാനൊരു സ്ഥാപനം അങ്ങോട്ട് തുടങ്ങും. തേർഡ് ക്വസ്റ്റ്യൻ. ഇത് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തായാലും അറിയാം ഇതെന്താ ചോദ്യം എന്ന്. ഡിഡ് യു മൂവ് ഓൺ? ഇത് പല രീതിയിൽ, കുത്തുന്ന രീതിയിൽ ചോദിച്ച ആൾക്കാരുണ്ട്, അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം കാരണം ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ഇത് സ്നേഹത്തോടെ ചോദിച്ചായതുകൊണ്ട് ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് എടുത്തു. ഡിഡ് യു മൂവ് ഓൺ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് അതിന് ആക്ച്വലി എന്താ ആൻസർ തരണ്ടേ എന്ന് അറിയത്തില്ല. ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് റിലേറ്റബിൾ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ദർ ഈസ് നോ ആക്ച്വൽ പോയിൻ്റ് ഓഫ് മൂവിങ് ഓൺ. അങ്ങനെ മൂവ് ഓൺ ആയി നമ്മൾ മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് ജീവിക്കും എന്നുള്ളൊരു സംഭവമില്ല. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ദെയർ ഇൻ ദ ബാക്ക് ഓഫ് മൈ ഹെഡ് എന്ന് പറയുന്ന പോലെ അതിൻ്റെ തലയിൽ എപ്പോഴും ഉണ്ട്. ആ ഒരു സാധനം ഫിക്സ്ഡ് ആണ്. അല്ലാണ്ട് അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നൊരു കള്ളത്തരമൊന്നും ഐ വോണ്ട് സേ. ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് മോണൊന്നും ആയിട്ടില്ല. ഇറ്റ് സ്റ്റിൽ ഹേർട്സ്. ആ പെയിൻ എപ്പോഴാണ് പോകുന്നത് എന്ന് ടു ബി ഓണസ്റ്റ് എനിക്കും അറിയത്തില്ല. സോ അത് ഞാൻ അങ്ങ് യൂസ്ഡ് ആയി ശീലമായിട്ട് ജീവിക്കുവാണെന്ന് വേണേൽ പറയാം. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. ഐ ആം യൂസ് ടു ലിവ് വിത്ത് ദ പെയിൻ. സോ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അതോർത്ത് വിഷമിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ വിഷമിക്കാറുണ്ട്, വിഷമിച്ചോ. പക്ഷെ എന്നും വെച്ച് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ലൈഫിൽ പോകുന്ന റുട്ടീൻ അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. ആ റുട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ആ സങ്കടത്തെയും കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു ഡു വെൻ യു ഗെറ്റ് ഫ്ലാഷ് ബാക്ക് ഓഫ് വാട്ട് ഹാപ്പൻ ടു യു? അതായത് ഓക്കെ,
ബാഡ് മെമ്മറി ഓർമ്മ വരുമ്പോൾ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ എന്താ ചെയ്യാന്ന്? അപ്പം സ്പോട്ടിൽ കിടന്നുറങ്ങും. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഉടനെ ഞാൻ കിടന്നുറങ്ങും. ഞാൻ പിന്നെ ചിന്തിക്കാൻ നിൽക്കത്തില്ല. കിടന്നുറങ്ങി എണീക്കുമ്പോഴത്തേക്കും നല്ല മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവും. ഇത് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഇവർക്കെന്താ വട്ടാണോ? കിടന്നുറങ്ങി എങ്ങനെയാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ മറക്കാൻ പറ്റുന്നതെന്ന്. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒറ്റ ഉറക്കം ഉറങ്ങുക. എണീക്കുമ്പോൾ ഫ്രഷ് ആയിട്ടൊരു ചായ കുടിക്കുക. ഇത്രയൊക്കെ തീരാവുന്ന പ്രശ്നമുള്ളൂ. വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്രേ ഉള്ളൂ. അത്ര സിമ്പിൾ. ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ. ടു ബി ഓണസ്റ്റ്, പ്രശ്നം വരുമ്പോൾ വിഷമം വരുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന 24 മണിക്കൂർ ഉറങ്ങുവാണെന്ന്? നോ. അത്രയും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഞാൻ ഉറക്കത്തിലോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു തീർക്കും. അല്ലെങ്കിൽ പുറത്ത് പോകും, ഫ്രണ്ട്സിൻ്റെ പോകും. അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈക്കാട്രിക് തെറാപ്പി എടുത്തിട്ടുണ്ടോ? സൈക്കാട്രിക് തെറാപ്പി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, യെസ്, ഐ ഹാവ് ബീൻ ടു കൗൺസിലിംഗ്, ഐ ഹാവ് ഗോൺ ടു തെറാപ്പി. ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കതിൽ നിന്നൊന്നും അത്ര ഗുണം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതിപ്പോൾ ഒരു ഡോക്ടർ വന്ന് നമ്മളെ പിടിച്ച് കുലുക്കി മോളെ ഓക്കെ ആവും എന്ന് പറഞ്ഞാൽ ഓക്കെ ആവുന്ന പരിപാടിയല്ല ഈ മൈൻഡ് പ്രോസസ്സ്. നമുക്ക് വല്ല പനിയും ചുമയൊക്കെ ആണെങ്കിൽ ആശുപത്രി പോയി മരുന്ന് വാങ്ങിച്ചാൽ മാറും. പക്ഷേ ഈ മൈൻഡിനെ നമ്മൾ ഡൗൺ ആക്കുന്ന കാര്യങ്ങൾ ഡോക്ടറിന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ തെറാപ്പി ആൻഡ് സൈക്കാട്രിക് കൗൺസിലിംഗ് ഇതൊന്നും ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാനിപ്പോൾ. സ്വന്തമായിട്ട് ചിന്തിക്കണം. ബിക്കോസ് ഞാൻ കുറേ പോയിട്ടുണ്ട്. എനിക്കതിൽ നിന്നൊന്നും അത്ര മേൽ റിലീഫ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഒരു പോയിന്റ് വരെ നമുക്ക് അതിന് ആശ്വാസം കിട്ടും. കാരണം അവർ നമുക്ക് മെഡിക്കേഷൻ തരും, മരുന്ന് തരും, നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള സംഭവങ്ങൾ തരും, ഉറങ്ങാനുള്ള മരുന്ന് തരും. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. ബട്ട് ഫുള്ളി നമ്മളൊരു കാര്യത്തിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. അതാണ് സത്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഹാപ്പി ആണോ? ഇത് കുറേ വന്ന ചോദ്യമാണ് കേട്ടോ. ഹാപ്പി ആണോ? ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ ചോദിച്ചവരോടൊക്കെ താങ്ക് യു സോ മച്ച്. ബട്ട് ഹാപ്പി ആണോ എന്നുള്ള ചോദ്യത്തിന് എന്താ പറയുക? എല്ലാവരുടെയും ലൈഫ് പോലെ തന്നെ ഇടയ്ക്ക് സന്തോഷം വരും, ഇടയ്ക്ക് സങ്കടം വരും, ഇടയ്ക്ക് സന്തോഷം വരും, ഇടയ്ക്ക് സങ്കടം വരും. ട്രസ്റ്റ് മീ, ലൈക്ക് മുന്നേ ആണെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിന് ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് കള്ളം പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത്. എൻ്റെ പണ്ടത്തെ Q&Aയിൽ അത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സങ്കടത്തോടെ ഞാൻ സന്തോഷം അഭിനയിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ എം വെരി ഹാപ്പി ഇൻ ലൈഫ്, വിച്ച് വാസ് ദ ടൈം ഐ വാസ് സഫറിങ് ദ മോസ്റ്റ്. പക്ഷേ ഇപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ലൈഫ് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ സന്തോഷമില്ല, സങ്കടമില്ല. ബട്ട് ഐ എം ഓക്കെ. അതുകൊണ്ട് അൽഹംദുലില്ലാ വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് പോകുന്നുണ്ട്. സന്തോഷം അങ്ങനെ പോയാൽ മതി. എനിക്കല്ലാണ്ട് ഒരുപാട് സന്തോഷം വേണം എന്നൊന്നും ഇല്ല. ഇങ്ങനെ ഈ ഒരു പോക്ക് അങ്ങ് പോയാൽ മതി. ഇറ്റ്സ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറിജിനലി ഇത്രയും സ്ട്രോങ് ആണോ അതോ ഇൻസ്റ്റഗ്രാമിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണോ? ഞാൻ ഒരിക്കലും ഇൻസ്റ്റഗ്രാമിൽ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഒറിജിനലി ഇങ്ങനെ തന്നെയാണ്. ആൻഡ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ അത്രമേൽ സ്ട്രോങ് ആണെന്ന്. എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന കമൻറ്റാണ് ഇങ്ങോട്ട് ഞാൻ സ്ട്രോങ് ആണെന്ന്. അല്ലാണ്ട് ഞാൻ എവിടെയും പോയിട്ട് ഐ എം എ വെരി സ്ട്രോങ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഐ എം സ്ട്രോങ് എന്ന്. ഒരു പോയിന്റ് വരെ എനിക്ക് എല്ലാം സഹിക്കാനുള്ള കഴിവ് ഉണ്ട്. അത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു സംഭവമാണ്. കാരണം ഞാൻ അത്രമേൽ ട്രോമ അനുഭവിച്ചിട്ടുണ്ട്. സോ ഐ ഫീൽ എന്ത് പ്രശ്നം വന്നാലും എനിക്കിനി ലൈഫിൽ നേരിടാൻ പറ്റും. കാരണം വലിയൊരു പ്രശ്നം നേരിട്ടിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ എനിക്കിപ്പം എന്തെൻ്റെ മുന്നിൽ വന്നാലും എനിക്കത് അത്ര വലിയ എന്നെ ഏക്കാൻ പോകുന്നില്ല. അപ്പം ഇറ്റ്സ് നോട്ട് ഇൻ ഇൻസ്റ്റഗ്രാം. ഇതാണ് റിയാലിറ്റി. ഇൻസ്റ്റയിൽ കാണുന്ന ആൾ തന്നെയാണ് ഒറിജിനലി ഞാൻ. അല്ലാണ്ട് പുതുമയായിട്ടോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് റീബിൽഡ് ചെയ്തിട്ടോ ഒരു സംഭവം ആഡ് ചെയ്യുന്നില്ല. ദിസ് ഈസ് ദ റിയാലിറ്റി. ആൻഡ് എനിക്ക് ഇൻസ്റ്റയിലും റിയൽ ലൈഫിലും അഭിനയിക്കുന്ന ആൾക്കാരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അങ്ങനെയുള്ള കുറേ പേരെ എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെയുള്ളവരായിട്ടൊന്നും സംസാരിക്കാറില്ല. ഐ ലവ് പീപ്പിൾ ഹു ആർ റിയൽ ആൻഡ് റോ ഇൻസൈഡ് ഔട്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരാണ് എൻ്റെ ക്ലോസ് സർക്കിളിൽ ഉള്ള ആൾക്കാർ. യാ. അടുത്ത ക്വസ്റ്റ്യൻ, റൂഹിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നുമില്ലേ? റൂഹിൻ്റെ അപ്ഡേറ്റ്സ് ഇൻഷാല്ലാ ഈ വർഷം എന്നല്ല, ഞാനെല്ലാം ഈ വർഷമായിട്ട് കമ്പയർ ചെയ്യാം. ബിക്കോസ് 2026 ഫസ്റ്റ് Q&A ആയതുകൊണ്ട് കേട്ടോ. റൂഹിൻ്റെ അപ്ഡേറ്റ്സ് ഇല്ലെന്ന് ചോദിക്കുന്നവരുടെ, റൂഹ് അറിയാത്തവർക്ക്, റൂഹ് ഈസ് മൈ ഓൺലൈൻ സ്റ്റോർ. ആൻഡ് അത് നമ്മൾ ഉടനെ ഓഫ്ലൈനായിട്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പം അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തൊട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. ബിക്കോസ് എ ലോട്ട് ഓഫ് അപ്ഡേറ്റ്സ് ആർ ഗോയിങ് ഓൺ. ആൻഡ് ഇൻഷാല്ലാ റൂഹിന്ന് പർച്ചേസ് ചെയ്ത എല്ലാവരോടും ലോട്ട് ഓഫ് താങ്ക്സ്. ആൻഡ് നമ്മൾ കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി.
അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ റൂഹിൻ്റെ പേജിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിലുണ്ട്. അല്ലാണ്ട് റൂഹിൻ്റെ പേജ് ഡയറക്റ്റ്ലി ഫോളോ ചെയ്യുന്നവർക്ക് നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് നാളായിട്ട് എനിക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഐ വാസ് ഗോയിങ് ത്രൂ ദിസ് ഫാമിലി ഇഷ്യൂസ് ഈ സീനുള്ളതുകൊണ്ട്. പക്ഷേ ഇനി തൊട്ട് എനിക്കത് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. യാ, സോ ഞാനും എൻ്റെ സിസ്റ്ററും ആണ് അത് നോക്കി നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. വളരെയധികം ഏറ്റവും കൂടുതൽ വന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ വന്നതാണ് റിലേഷൻ സ്റ്റാറ്റസ് കുൽസിതം ചേച്ചിക്കുണ്ടോ, ചേച്ചി എന്ത് ജീവിത സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. വാട്ട് റിലേഷൻ? ഐ ഹാവ് എ ബ്ലഡ് റിലേഷൻ, അത് അപ്പുറത്ത് റൂമിൽ ഇരിപ്പുണ്ട്. ദർ ഇസ് നോ റിലേഷൻ, വെരി മച്ച് സിംഗിൾ ഐ ആം ഇൻ ലൈഫ്. ആൻഡ് എനിക്കത് ഇപ്പം അതിൽ നിന്ന് മാറാൻ താല്പര്യമില്ല. ഞാനിപ്പം സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. ആ സമാധാനത്തിനെ സമാധാനക്കേടാക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. കാരണം ഇങ്ങനൊരു വീഡിയോ പോലും എനിക്കെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഞാൻ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോയാൽ. ബിക്കോസ് ഐ എം വെരി കംഫർട്ടബിൾ ഇൻ സ്പീക്കിംഗ് വാട്ട് ഐ എം ഡൂയിങ് നൗ. എനിക്ക് ഇതുപോലെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നോ? അല്ലെങ്കിൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, അത് ഒബ്വിയസ്ലി ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം, എനിക്കങ്ങനെ ആരും എന്നോട് ഇന്നത് പറയണം, ഇന്നത് ചെയ്യണം എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. സോ ഇതാണ് ഞാൻ. അപ്പം I feel free when I am single. So my relationship status would be single for some time, I hope, if I don't find someone good. ഞാൻ എന്തൊക്കെയല്ലേ പറയുന്നത്, ബട്ട് കറൻറ്റ്ലി ഞാൻ പറയാലോ ഇപ്പോൾ സിംഗിളാണ്, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം കൺഫ്യൂഷനായി. വിഷൻ ബോർഡ് ഒറിജിനലി ഹെൽപ്പ് ചെയ്യുമോ? ഒബ്വിയസ്ലി 100%. ഇത് അവിടെ ഇരിക്കുന്ന വിഷൻ ബോർഡ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ ആദ്യം അതിലോട്ട് നോക്കും. അതിലോട്ട് നോക്കി എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന സാധനമാണ് ഞാൻ നോക്കുക. അതായത് ഫസ്റ്റ് ഞാൻ കണ്ണുറന്ന് ഏത് ഫോട്ടോയിലോട്ടാണ് നോക്കുന്നത്, അത് ഞാൻ അന്നത്തെ ദിവസം ഇൻസ്പിറേഷനായിട്ട് എടുക്കും. അന്നത്തെ ദിവസം അത് ചെയ്യാൻ പറ്റുമെന്നല്ല, പക്ഷേ എങ്കിൽ പോലും അത് ഇൻസ്പിറേഷനായിട്ട് എടുക്കും. ആൻഡ് വെരി അതിലെ ഒരു സംഭവം ഞാൻ ഇന്ന് ചെയ്യുകയും ചെയ്തു. ഒരു സംഭവമല്ല, ആക്ച്വലി 2 സംഭവം ഞാൻ ഇന്ന് വിഷൻ ബോർഡിൽ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഐ ഫീൽ റിയലി ഹാപ്പി. അതെന്താണെന്ന് ഞാൻ ഈ വർഷം അവസാനം ഇടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് വിഷൻ ബോർഡ് എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ്. നിങ്ങൾക്ക് ലൈഫിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു വിഷൻ വേണം, ഇൻ എ ലോങ് ടേം പ്ലാൻ. അതായത് ഇന്ന കാര്യം ചെയ്യണം എന്നൊരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടിപൊളി ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. സോ വിഷൻ ബോർഡ് റിയലി ഹെൽപ്സ്. അടുത്ത ചോദ്യം, വിഷമം വരുമ്പോൾ എന്താ ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ കിടന്നുറങ്ങും, ഫുഡ് കഴിക്കും, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും, ഇത്രയൊക്കെ തന്നെ, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു വിൽ നെവർ റിപ്പീറ്റ്. ഓക്കെ, ആദ്യം വായിലൊരു സംഭവം വന്നു, പക്ഷേ അത് ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് പറയാം. ട്രസ്റ്റിംഗ് പീപ്പിൾ ഹൂ ബ്രോക്ക് മൈ ട്രസ്റ്റ് അഗെയിൻ. അതായത് ഒരിക്കൽ വിശ്വാസം കളഞ്ഞവരെ പിന്നെയും വിശ്വസിക്കുക എന്നുള്ള പരിപാടി ഞാൻ നിർത്തി. ഒരിക്കൽ വിശ്വാസം കളഞ്ഞാൽ അവരെ അങ്ങ് പോയി, അവരെ നമ്മൾ ലൈൻ കട്ട്, അവരെ നമ്മൾ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ അവരെ തിരിച്ച് വിളിച്ച് വരുത്തി പിന്നെയും ടെസ്റ്റ് ചെയ്ത് അവർ പറ്റിക്കുമെന്ന് നോക്കി അവർ പിന്നെയും പറ്റിച്ചാൽ നമുക്ക് ഒരുപാട് സങ്കടം വരും, നമുക്ക് നമ്മളെ തന്നെ തെറി വിളിക്കാൻ തോന്നും. അപ്പോൾ ആ സാഹചര്യത്തിന് നിൽക്കരുത്. അതെനിക്ക് ഒരു വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പിന്നെയും കുറേ ചാൻസ് ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ ഞാൻ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് എന്നെ തന്നെ അടിക്കാൻ തോന്നിയിട്ടുണ്ട്. ഞാനിത് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്നെ കൊല്ലാൻ തോന്നിയിട്ടുണ്ട്. സോ അതാണ് 2025 ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളാരും ദയവ് ചെയ്ത് ഒരു തവണ തെറ്റ് ചെയ്ത ആൾക്കാർക്ക് ക്ഷമിച്ചു കൊടുക്കാണ്ടിരിക്കുക. ആസ് ഇൻ തെറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും. ഇവിടെ വലിയ തെറ്റാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കരുത്. ചെറുതൊക്കെ ആണെങ്കിൽ പോട്ടെ, നമുക്ക് സഹിച്ച് ക്ഷമിച്ച് വിടാം. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ യു ഗെറ്റ് മാരീഡ് അഗെയിൻ? ഒബ്വിയസ്ലി ഞാൻ എന്തുകൊണ്ട് കല്യാണം കഴിക്കാണ്ടിരിക്കണം? ഞാൻ എന്തായാലും കല്യാണം കഴിക്കും. പക്ഷേ ഇപ്പോൾ കല്യാണം എന്ന് കേട്ടാൽ ഞാൻ കണ്ട വഴി ഓടും. ഇപ്പോൾ എനിക്ക് എന്തായാലും പറ്റത്തില്ല. ബട്ട് വൺ ഡേ ഐ ഹോപ്പ് ഐ വിൽ ഫൈൻഡ് ലവ് അഗെയിൻ, ഇൻഷാ അല്ലാഹ്. ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതിൻ്റെ 7 അയലോക്കത്ത് എൻ്റെ ബ്രെയിൻ ഇപ്പോൾ വർക്കാവത്തില്ല. യാ, 2026 സോഫാർ ഹാപ്പിയാണോ സാഡാണോ? 2026 സോഫാർ മിഡാണ്, മിഡ് ലെവലാണ്. ഒരുപാട് സങ്കടത്തിലോട്ടും ഇല്ല, ഒരുപാട് സന്തോഷത്തിലോട്ടും ഇല്ല. ഈ മിഡ് ലെവലിൽ പോകുന്നതാണ് എനിക്കിഷ്ടവും. സോ ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ വേ ഐ ലിവ് റൈറ്റ് നൗ. അപ്പം കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോകാം, നമുക്ക് ഇങ്ങനെ അങ്ങ് ജീവിക്കാം. യാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇനിയും കുറേ ചോദ്യങ്ങളൊന്നും, പക്ഷേ വീഡിയോ ഒരുപാട് ലാഗാവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. വൺ അഡ്വൈസ് ഫോർ എവ്രിബഡി ദാറ്റ് ഈസ് ഹാർട്ട് ബ്രോക്കൺ. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിയേർഡായിട്ട് തോന്നുമായിരിക്കും, എനിക്കറിയത്തില്ല. ബട്ട് ഇറ്റ്സ് കമ്മിങ് ഔട്ട് റൈറ്റ് ഔട്ട് ഫ്രം മൈ ഹാർട്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം.
അപ്പം ദിസ് ഗൈ ബ്രോക്ക് മൈ ഹാർട്ട്. എൻ്റെ എക്സ് ഹസ്ബൻഡ് എൻ്റെ ഹൃദയം പൊട്ടിച്ച് ഞാൻ നെഞ്ച് പൊട്ടിയിരുന്ന് കരഞ്ഞ ടൈമുണ്ട്. ആൻഡ് റാൻഡംലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു കൂട്ടം ചെറുക്കന്മാരിങ്ങ് നടന്നു വന്നു. ആൻഡ് എൻ്റെ അമ്മോ അടിപൊളി ലുക്ക്, ദേ ഓൾ ലുക്ക്ഡ് റിയലി ഗുഡ്. ഓക്കെ, ടു ബി ഓണസ്റ്റ്, മാഷാല്ലാ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിലോട്ട് പെട്ടെന്ന് വന്നു, എൻ്റെ ദൈവമേ, ലോകത്ത് ദർ ആർ 7 ബില്യൺ പീപ്പിൾ ആൻഡ് നമ്മൾ ഒരാൾ പോയതിനിരുന്ന് ഈ പട്ടി മോങ്ങുന്ന പോലെ ഒരു മൂലയിലിരുന്ന് കരയും. എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ നല്ല മനുഷ്യന്മാർ ലോകത്തുണ്ട്. നിങ്ങൾക്ക് ഒരാൾ പോയാൽ അടുത്തത് വരും എന്ന റിയലൈസേഷനിൽ നിങ്ങൾ എത്തണം. നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുന്ന ആ മൊമെൻറ്റിൽ നിങ്ങൾ വേറെ നല്ല നല്ല കാണാൻ കൊള്ളാവുന്നവരൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന്, ആ ഇവൻ പോയാൽ അല്ലെങ്കിൽ ഇവൾ പോയാൽ ഇത്രയും നല്ല ആൾക്കാരുണ്ട്, യു ഹാവ് ടു മൂവ് ഓൺ, അങ്ങനെ അങ്ങ് വിചാരിച്ച് മൂവ് ഓൺ ആവുക. അല്ലാണ്ട് പ്രത്യേകിച്ച് അഡ്വൈസൊന്നും എനിക്കില്ല. ഇതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന ഒരു കാര്യമാണിത്. ഒരാൾ പോയാൽ വേറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഒരാളെ ഓർത്ത് ഒരുപാട് നാൾ നമ്മൾ സങ്കടപ്പെടാണ്ട് ഇരിക്കുക എന്ന അഡ്വൈസോട് കൂടി ഫസ്മിന സാക്കിർ സൈനിങ് ഓഫ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ഗുഡ് ബൈ, ശുഭദിനം.